+2 കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റിന് എസ്പെഷ്യലി ബോയ്സിന് ഇന്ത്യയിലും വിദേശത്തും ഒരുപാട് ജോലി സാധ്യത വരുന്ന ഹൈ പേയിങ് സാലറി വരുന്ന ജോബ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഇറ്റ് ഈസ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. കാരണം ഇന്ത്യയിലും വിദേശത്തും എയർപോർട്ടുകളിലായിട്ടും സീപോർട്ടുകളിലായിട്ടും ഒരുപാട് ജോലി സാധ്യതകളാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വരുന്നത്. സോ എന്താണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്? ഒരു പ്രോഡക്റ്റ് ഓർ സർവീസസ് അത് മാനുഫാക്ചർ ചെയ്യുന്ന ആളുടെ കയ്യിൽ നിന്നും കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്നത് വരെയുള്ള പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു മൊബൈൽ ഫോൺ വാങ്ങിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മൊബൈൽ ഫോൺ ഓർഡർ ചെയ്യുകയാണ്. അത് നിങ്ങളുടെ കയ്യിലെത്തുന്നത് വരെ ഒരുപാട് പ്രോസസ്സുകൾ അതിൻ്റെ പുറകിൽ നടക്കുന്നുണ്ട് അല്ലേ? ആദ്യം അത് ഫാക്ടറിയിൽ വെച്ചിട്ട് മാനുഫാക്ചർ ചെയ്യുന്നു, പിന്നെ അത് വെയർ ഹൗസിൽ സ്റ്റോർ ചെയ്യുന്നു. നിങ്ങളുടെ ഓർഡർ കിട്ടുന്ന സമയത്ത് അത് കൊറിയർ ചെയ്ത് ഡെലിവറി ബോയിയുടെ കയ്യിലെത്തുന്നു. അവിടുന്ന് അവർ നിങ്ങളുടെ ഡോർ സ്റ്റെപ്പിൽ എത്തിക്കുന്നു. ഇതിനിടയ്ക്ക് ഒരുപാട് പ്രോസസ്സുകൾ ഇതിൽ നടക്കുന്നുണ്ട്, ഒരുപാട് പേര് ഇതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഇതിൻ്റെ ഇടയിലെല്ലാം പ്രവർത്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ആണ്. ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ, വെയർ ഹൗസ് സൂപ്പർവൈസർ, പ്രൊക്യൂർമെന്റ് ഓഫീസർ, ഇൻവെന്ററി കൺട്രോളർ, ട്രാൻസ്പോർട്ടേഷൻ മാനേജർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇന്ത്യയിലും വിദേശത്തും ധാരാളം ജോലി സാധ്യത വരുന്ന ഒരു ഫീൽഡാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എന്തുകൊണ്ടാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിന് ഇത്രയധികം സ്കോപ്പ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ് കൾച്ചർ വളരുന്നു. അതേപോലെ തന്നെ കമ്പനീസ് ലൈക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട്, ഇതിലൊക്കെ ഹ്യൂജ് സെയിൽസും ഓപ്പറേഷൻസും നടക്കുന്നുണ്ട്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ബിസിനസ്സുകൾ കൂടി വരുന്നു. ഇന്ത്യ ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബായിട്ട് മാറാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പഠിച്ച ആളുകൾക്കും വളരെയധികം ഡിമാൻഡ് കൂടുതലാണ്. ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോജിസ്റ്റിക്സിൻ്റെ വിവിധ തരം ഡിപ്പാർട്ട്മെൻറ്റുകളിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ബേസിക്കലി ഏതൊരു +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റിനും ലോജിസ്റ്റിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലും വിദേശത്തും ജോബ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ കൂടുതലാണെങ്കിൽ ഡെഫിനറ്റ്ലി അതിനനുസരിച്ചിട്ടുള്ള പ്രിഫറൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് SSLC ക്വാളിഫിക്കേഷൻ ഉള്ളവരെ വരെ പ്ലേസ്ഡ് ആക്കാൻ സാധിച്ചിട്ടുണ്ട് കേട്ടോ. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ സാലറി പാക്കേജ് എങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇതിന് സ്റ്റാർട്ടിംഗ് പാക്കേജ് വരുന്നത് ഒരു 10,000 മുതൽ 25,000 റുപ്പീസ് വരെയാണ്. പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞ് നിങ്ങൾ എബ്രോഡൊക്കെ ജോബൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലോജിസ്റ്റിക്സ് ഒരു ഗോൾഡൻ ചാൻസ് ആണ്. കാരണം അവിടെയൊക്കെ 50,000, 60,000, ഈവൻ 1 lakh വരെ സാലറി പാക്കേജ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന പല കമ്പനീസും ഉണ്ട്. സോ ലോജിസ്റ്റിക്സ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷന് വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഹാവ് എ നൈസ് കരിയർ.